ഈ സമയത്താണ് മോഹൻലാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് അവാർഡും മറ്റും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് സംഘടിപ്പിക്കുന്ന ആരാ? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. മാത്രമല്ല നമ്മുടെ ഭരണഘടനയോടൊന്നും ഇവർക്ക് യാതൊരു താല്പര്യമില്ല. ഒപ്പം തന്നെ ഞങ്ങളൊരു സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി. അങ്ങനെയുള്ള ഒരു കൂട്ടരുടെ പരിപാടിയിൽ പങ്കെടുത്ത് മോഹൻലാൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കരുതായിരുന്നു എന്നാണ് ആക്ഷേപം. കാരണം എന്താ പറയുക, ഇദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന ഒരു പദവി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദവി നൽകിയ വ്യക്തി രാജ്യത്തോട് സ്നേഹവും കൂറും കാണിക്കേണ്ട സമയത്ത് ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകൾ നമുക്കറിയാം. എന്തിനാണ് അവരുമായി ചേരുന്നത്? ഇനി സാമ്പത്തികപരമായ ലാഭമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിൽ ഇതുപോലൊരു ചടങ്ങ് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ പോകുമോ? വലിയ വിമർശനമല്ലേ? കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ നെഞ്ചേറ്റിയ ആളുകൾ തന്നെയാണ്. പക്ഷേ എമ്പുരാൻ എന്ന സിനിമ വന്നപ്പോഴോ വലിയ വിമർശനങ്ങളുണ്ടായി. അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ലഷ്കർ എ തോയ്ബ എന്ന് പറയുന്ന സംഘടന, അതിനകത്ത് ഒറ്റപ്പെട്ടു പോയ ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന എന്തോ ഒരു മഹത്തായ സംഘടനയാണെന്നുള്ള രീതിയിൽ അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, ഇന്ത്യയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഹിന്ദുക്കളുടെ നിലപാടാണ്, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തിരിച്ചടിക്കുന്നത് എന്ന രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് എമ്പുരാനെതിരെ വലിയ വിമർശനം ഉയർന്നത്.